അനീത ജോണി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. 2019 ഫെബ്രുവരി 12 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് നാട്ടിൽ 2.25 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. 2.25 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം ഒത്തിരി പേര്, ഞങ്ങൾ ബാംഗ്ലൂരായത് കാരണം ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവിടെ അടുത്തുള്ളവരെല്ലാം അത് മുടക്കി അയക്കുമായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതുകൂടാതെ ഇവിടെ വന്ന് ആധാരത്തിൻ്റെ പേപ്പർ അച്ഛനെൻ്റെ കൈ കൊടുത്തിരുന്നു. അച്ഛനത് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തിരിച്ച് തയച്ചു. അതിനുശേഷം 3 മാസത്തിനുള്ളിൽ ആ സ്ഥലം വിറ്റു. അതിൻ്റെ അഡ്വാൻസും കിട്ടി. അത് ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം 2.25 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് വിൽക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ അവിടെയില്ല, ഒത്തിരി എല്ലാവരും അത് മുടക്കി അയക്കുമായിരുന്നു. സ്ഥലം വാങ്ങാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് അവിടെ പ്രശ്നങ്ങളുണ്ട്, സ്ഥലത്തിന് പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് മുടക്കി അയക്കുമായിരുന്നു. അങ്ങനെ അത് ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ മാതൃശക്തിയിൽ ആ സ്ഥലം അങ്ങനെ വിറ്റു. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ റൈറ്റ് ലെഗിന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, കാലിന് എന്ത് പറ്റി, ഞൊണ്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതൊരു ദിവസം എനിക്ക് അച്ഛനെ ഇവിടെ കാണാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ റൈറ്റ് ലെഗിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അച്ഛൻ കുനിച്ച് നിന്ന് എൻ്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ആ കാലുവേദന അതോടുകൂടി മാറിപ്പോയി. അതുപോലെ മൂന്നാമത്തെ സാക്ഷ്യം, പെർമനൻ്റ് ഇലക്ട്രിസിറ്റി കിട്ടിയതാണ്. ഞങ്ങൾ ബാംഗ്ലൂർ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് വീട് പണിതിരുന്നു. അപ്പോൾ ആ വീടിന് പെർമനൻ്റ് ഇലക്ട്രിസിറ്റി ഞങ്ങൾ വേറൊരാൾക്കാണ് കൊടുത്തത്. ടെമ്പററി ഇലക്ട്രിസിറ്റി കൊടുത്ത ആൾ ഒത്തിരി പൈസ ചോദിച്ചു. അയാൾക്ക് ബെസ്കോമിൽ ഭയങ്കര സ്വാധീനമായിരുന്നു. പക്ഷേ അയാൾ ഒത്തിരി പൈസ ബ്രൈബായിട്ട് ചോദിച്ചത് കാരണം ഞങ്ങൾ പെർമനൻ്റ് ഇലക്ട്രിസിറ്റി വേറൊരാൾക്കാണ് കൊടുത്തത്. അയാൾ ഈ ടെമ്പററി ഇലക്ട്രിസിറ്റി ആദ്യം കൊടുത്ത ആൾ ഞങ്ങളുടെ ഫയലൊക്കെ ഒത്തിരി മാറ്റി വെച്ച് ഞങ്ങൾക്ക് ഒത്തിരി കിട്ടത്തേ ഇല്ലായിരുന്നു. ഞാൻ ജൂലൈയിൽ വന്നിട്ട് ആഗസ്റ്റ് വന്നിട്ട് അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. 3 മാസമായിട്ടും ഒരു വിവരമില്ല. കാരണം ടെമ്പററി ഇലക്ട്രിസിറ്റിയിൽ ഓരോ മാസം ബില്ല് 20,000 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് അയാൾ ചെയ്ത പണിയാണ്, നിങ്ങൾ അയാൾക്ക് തന്നെ കൊടുക്കാൻ മേലായിരുന്നോ, അയാൾ ഫയലൊക്കെ മാറ്റി വെച്ച് നിങ്ങളെ ഇനി ഒത്തിരി കഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. 3 മാസമായിട്ടും വിവരമൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ നവംബറിൽ വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഇതൊന്നും കൂടെ വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഉടമ്പടി പുതുക്കാനായിട്ട് നവംബറിൽ വരുന്നതിൻ്റെ തലേ ദിവസം, കൃപാസനത്തിൽ വരുന്നതിന് തലേ ദിവസം 5:30 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. 4 മണിക്ക് എനിക്ക് ഞങ്ങൾക്ക് ഫോൺ വരുന്നു, പെർമനൻ്റ് ഇലക്ട്രിസിറ്റി കിട്ടിയെന്ന് പറഞ്ഞ്. അത് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. അയ്യോ, അയാളെ എങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര അതിശയമായിരുന്നു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ലേഔട്ടിൻ്റെ റോഡ് ടാറിങ്, ഞങ്ങളുടെ ലേഔട്ട് ഡെവലപ്പർ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു. റോഡ് ഒക്കെ കൺസ്ട്രക്ഷൻ്റെ ഫലമായി റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അസോസിയേഷനും എല്ലാവരും ഒത്തിരി കംപ്ലയിൻറ്റ് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ചെയ്തു തരാമെന്ന് പറയുന്നതല്ല, അതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ അതും ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഒന്ന് പോയി പറയാം, ഓഫീസിൽ ചെന്ന് ആ ഡെവലപ്പറെ കണ്ടെന്ന് പറയാം. എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ, വലിയ ആൾക്കാർ നടന്നിട്ട് നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ് നീ ചെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെയും കൊണ്ടാണ് പോകുന്നത്, നമുക്കൊന്ന് ചുമ്മാ പറഞ്ഞു നോക്കാം. ഞാൻ ഉടമ്പടിക്ക് ആശുരൂപം എടുത്തു, ഉപ്പും എടുത്തു. ഡെവലപ്പറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി അറിയാതെ വിശ്വാസപ്രമാണം മനസ്സിൽ ചൊല്ലി പുള്ളിയുടെ ടേബിളിൻ്റെ അടിയിൽ ഉപ്പ് ഇട്ടു. എനിക്കറിയത്തില്ല, 2 ആഴ്ചക്കകം റോഡ് ടാർ ചെയ്തു. നല്ല കുട്ടപ്പൻ റോഡ് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ വേറൊരു കാര്യം, എൻ്റെ മോൾക്ക് ആദ്യത്തേത് ആൺകൊച്ചായിരുന്നു. എല്ലാവരെയും പോലെ 2ാമത് പ്രഗ്നൻ്റ് ആയപ്പം ഞാനൊരു പെൺകൊച്ചിന് വേണ്ടി അത് ഉടമ്പടി വെച്ചു. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയപ്പം 4ാമത്തെ, അവൾ US-ലാണ്, 4ാമത്തെ മാസം അറിഞ്ഞു പെൺകൊച്ചാണ്. ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷേ അവൾ ഏപ്രിൽ 20 അവിടെ ഡ്യൂ ഡേറ്റ് പറഞ്ഞത്. പക്ഷേ മാർച്ചിൽ അവൾ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിന് നല്ല വലിപ്പമുണ്ട്, ഇത് ഏപ്രിൽ മാസം വരെ നിൽക്കത്തില്ല, മാർച്ച് എൻഡിൽ നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് നോർമൽ ഡെലിവറി നടത്തണമെന്ന് പറഞ്ഞു. കാരണം US-ൽ അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ല, മാക്സിമം അവർ നോർമൽ ഡെലിവറി നടത്തത്തുള്ളൂ.
അങ്ങനെ അത് പറഞ്ഞപ്പം എനിക്ക് വിഷമായി. കാരണം ഞങ്ങൾ ഏപ്രിൽ 15-നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 20-നല്ലേ അവിടെ ഡ്യൂ ഡേറ്റാന്ന് പറഞ്ഞത് കാരണം. പക്ഷേ മാർച്ച് എൻഡായപ്പോൾ ഞങ്ങൾ പ്രീപോണ്ട് ചെയ്യാൻ നോക്കിയപ്പം ടിക്കറ്റിനും ഭയങ്കര ചാർജ്. എനിക്ക് ഭയങ്കര വിഷമായി. കാരണം അവിടെ പ്രസവ സമയത്ത്, ആദ്യത്തെ പ്രസവ സമയത്തോ ഞാനില്ലായിരുന്നു, അന്ന് കോവിഡ് സമയമായിരുന്നു. രണ്ടാമത്തേനെങ്കിലും ഞങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഏപ്രിൽ 15-നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, എനിക്കൊന്നും അറിയണ്ട, നീ എല്ലാം അതനുസരിച്ച് നടത്തി തന്നോണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഏപ്രിൽ 15 ഈവനിങ്ങിൽ ഞങ്ങൾ അവിടെ എത്തി. ഏപ്രിൽ 16 ട്യൂസ്ഡേ ഉച്ച കഴിഞ്ഞ് അവളൊരു പെങ്കൊച്ചിന് നോർമൽ ഡെലിവറി പ്രസവം കൊടുത്തു. അത് വലിയൊരു അനുഗ്രഹമാണ്, മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ എൻ്റെ മരുമകന് ബിസിനസ്സാണ്. ഞാൻ US ചെല്ലുന്ന സമയത്തും ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അവന് ഭയങ്കര വിഷമായിരുന്നു. അവന് ഈ കൃപാസനത്തിലും കാര്യങ്ങൾക്കൊന്നും വലിയ വിശ്വാസമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, നിൻ്റെ അവിടെ ഞാൻ കൊണ്ട് ഉപ്പ്, ബ്ലസ്ഡ് ഉപ്പ് കൊണ്ട് സോൾട്ട് കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം നിർബന്ധിച്ചു പോയി. അവരെ എല്ലാം നിർബന്ധിച്ചു പോയി സോൾട്ടൊക്കെ ഇട്ടു. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 2 ആഴ്ചയ്ക്കകം ബിസിനസ് നല്ല ഇമ്പ്രൂവായി. 2-3 മാസത്തിനകം ഒന്നിച്ചുള്ള ബിസിനസ് അവർക്ക് ശരിക്കും. ഇനി കാറിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളാണ്. 2-3 മാസത്തേക്കുള്ള ബിസിനസ് അവർക്ക് ഒന്നിച്ച് കിട്ടി. ഇപ്പം അവനും ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം എന്തെങ്കിലും ചെയ്യുമ്പം അവൻ പറയും, മമ്മ ആ ഉടമ്പടിയുടെ ആ സോൾട്ടും കൂടെ എടുത്തോ കേട്ടോ മമ്മ എന്ന് അവൻ പറയും. അത് ഭയങ്കര വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഒത്തിരി വലുതും ചെറുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക്, എനിക്ക് മാധവ് എല്ലാം ഒന്നും പറയാൻ ഇവിടെ സമയമില്ല. എന്നാലും കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തൊരു വൃത്ത ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഒരു 25 പേര് അമ്മമാരുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണും, അവർക്ക് ഉടമ്പടി തൈലം വെച്ച് കൊടുക്കും. പിന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യാറില്ല. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ ഇവർക്കുണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ ഡിഗ്രിക്കും 2 പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഈ ഉടമ്പടിയിൽ ഏറ്റവും ഇഷ്ടം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടാണ്. പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അറിയത്തില്ലാത്തവരെ അറിയിക്കാൻ എനിക്ക് മാതാവിനെ പറ്റി എത്ര പറഞ്ഞാലും തീരത്തില്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുക്കുകയും ചെയ്യുന്നത്. അത് ഞാൻ മലയാളം പത്രം വാങ്ങിച്ചോട്ട് പോകത്തില്ല, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് പത്രമാണ് ഓരോരോ പള്ളികളിലും. പിന്നെ എവിടെയെങ്കിലും പോയാൽ കൃപാസനത്തെ പറ്റി പറയാനൊരു ചാൻസ് കിട്ടിയാൽ, എനിക്കറിയത്തില്ല, ഒരു സിനിമാ കഥ പറയുന്ന അതേ ഇൻട്രസ്റ്റും അതേ രീതിയിലാണ് ഞാൻ പറയുന്നത്. അവരെ എങ്ങനെയെങ്കിലും എനിക്ക് മാതാവിനോട് അടുപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഞാൻ വഴി ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവർക്കതിനുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ അടയാളങ്ങളായിട്ട് എൻ്റെ തിരി വളരെ ഉയർന്ന് 2-3 ദിവസം കത്തിയിട്ടുണ്ട്. അതുപോലെ ക്യാൻഡിലിൽ മാതാവിൻ്റെ രൂപത്തിൽ തിരി വന്നിട്ടുണ്ട്. ഇതൊക്കെ മാതാവിൻ്റെ അടയാളങ്ങളായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ആധ്യാത്മിക ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് കൊന്ത ചെല്ലാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. വൈകുന്നേരം ഫാമിലി പെയറിൻ്റെ കൊന്ത വളരെ കഷ്ടപ്പെട്ട് ചെല്ലിയ ഞാനിപ്പം, എനിക്ക് ഏറ്റവും ഇഷ്ടം കൊന്ത ചെല്ലാനാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എല്ലാ ദിവസവും പള്ളിയിൽ അടുത്ത് ഉണ്ടെങ്കിലും പള്ളിയിൽ രാവിലെ കുർബാന അവിടെ കാണത്തില്ല. ഞങ്ങളൊരു ലാറ്റിൻ പള്ളിയിൽ അടുത്താണ്, മലയാളി പള്ളിയല്ല. അപ്പം ഞാൻ ഓൺലൈനിൽ എല്ലാ ദിവസവും എത്ര സമയവും കുർബാന കാണുകയും അച്ഛൻ്റെ ധ്യാനം അപ്പം കണ്ടു തീർക്കുകയും, അതുപോലെ കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയാലും ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും, കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ കുമ്പസാരിക്കാനൊക്കെ അച്ഛനോട് നേരത്തെ പറഞ്ഞു വെക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാൻ കുമ്പസാരിക്കുകയും പ്രാർത്ഥന ചെല്ലാനും ഒക്കെ, എനിക്ക് ബൈബിൾ വായിക്കാനും ഏറ്റവും ഇഷ്ടം വചനം പഠിക്കാനായിട്ടാണ്. ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ ഇനി ഒത്തിരി ഞാൻ ഉയരാനുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലായിരിക്കും ഇല്ലേ. എനിക്കിപ്പം അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം ഫ്രണ്ടിനെ പോലെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് സങ്കടം പറയും. അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് അതനുസരിച്ച് നടത്തി തരുന്നുണ്ട്. ഇനിയും ഞാൻ സാക്ഷ്യം പറയാൻ വരുന്നു, ഉറച്ചും ഞാൻ വിശ്വസിക്കുന്നു.